കഴിഞ്ഞ 30-ാം തീയതി നടന്നൊരു സംഭവം പറയാം. ആകാശത്ത് നടന്നാണ് ഒരു വിമാനം പറക്കുന്നു. വിമാനം മെക്സിക്കോയിലെ കാൻകൂറിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. വലിയ വിമാനമാണ്, ബോയിങ് വിമാനമാണ്. ബോയിങ് അല്ല, എയർബസ് ആണ്. A320-232. വിമാനം അങ്ങനെ പറന്ന് 35,000 അടി ഉയരത്തിൽ പറക്കുന്നു. 35,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ വളരെ പെട്ടെന്ന് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ വിമാനം കുത്തനെ താഴേക്ക് വീഴുന്നു. വിമാനത്തിൽപ്പെട്ട യാത്രക്കാരിൽ 15ഓളം പേർക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പരിക്കുകൾ പറ്റുന്നു. ഇതൊരു വലിയ വാർത്തയായിരുന്നു. അപ്പം നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മുടെ തേജസ് വിമാനം ദുബായ് എയർ ഷോയിൽ പങ്കെടുത്തിട്ട് അത് ഒരു അഭ്യാസങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് G-ഫോഴ്സിലുണ്ടായ വ്യത്യാസം കൊണ്ട് പൈലറ്റിൻ്റെ ഒരു നിമിഷത്തേക്ക് പൈലറ്റിൻ്റെ ബോധം പറഞ്ഞതുകൊണ്ടോ എന്തോ ആ വിമാനം തകർന്നു വീഴുന്നു. നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ നമ്മുടെ ഒരു വൈമാനികനെ നഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന് ഇജക്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഇജക്റ്റ് ചെയ്തില്ല. കാരണം വിമാനം നേരെയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അബോധാവസ്ഥയിലായി പോയിരിക്കാം. അതുകൊണ്ട് ആ വിമാനം നഷ്ടപ്പെട്ടു. അതിലുപരി നമ്മുടെ ഒരു വീര സൈനികനെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വിമാനം ഇങ്ങനെ കുത്തനെ വീഴുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ എയർ പോക്കറ്റിൽ വീഴുന്നതല്ല. എയർ പോക്കറ്റുകൾ വീഴും, ചിലയിടത്ത് പോകുമ്പോൾ വായുവിലോട്ടാകുന്ന വ്യത്യാസം കൊണ്ട് വിമാനം കുത്തനെ താഴെ. പക്ഷേ ഈ വിമാനം വീണത് എയർ പോക്കറ്റിൽ വീണിട്ടല്ല. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വിമാനത്തിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനം തകരാറിൽ. വിമാനം നമ്മളിങ്ങനെ പോകുമ്പോൾ വിമാനം മൂക്ക് ഉയർത്തി, വിമാനത്തിൻ്റെ നോസ് ഉയർത്തിയിട്ടാണ് വിമാനം മുകളിലേക്ക് വരുന്നത്. താഴുന്നതും അങ്ങനെയാണ്. ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വിമാനത്തിൻ്റെ വാലറ്റത്ത് എലിവേറ്റർ പാളികളുണ്ട്. വിമാനം സൈഡിലേക്കൊക്കെ ചെരിയണമെന്നുണ്ടെങ്കിൽ അതിന് എയിലറോൺ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ എലിവേറ്ററും എയിലറോണുകളാണ് വിമാനത്തിൻ്റെ ദിശ നിയന്ത്രിക്കുന്നത്. വാലറ്റത്തെ പാളികളും ചിറകിലെ പാളികളും. നോക്കുമ്പോൾ വിമാനത്തിന് ഈ ചിറകിന് സമാന്തരമായിട്ടുള്ള വിൻഡോ സീറ്റിലിരുന്നാൽ അറിയാം, വിമാനം പറക്കുമ്പോൾ ഇടയ്ക്ക് ഈ ചിറകിലെ ചില ഫ്ലാപ്പുകൾ പൊന്തി വരും. അത് വിമാനത്തിൻ്റെ ദിശ സൈഡിലേക്ക് ചെരിയാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് രണ്ടും നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് തകരാറ് പറ്റിയതുകൊണ്ടാണ് വിമാനത്തിൻ്റെ ദിശയിൽ പെട്ടെന്ന് മാറ്റം വന്ന് മുകളിലേക്ക് ഉയർന്ന വിമാനം മൂക്ക് കുത്തി താഴത്തേക്ക് വരുന്നത്. എയർ പോക്കറ്റിൽ പോയ വിമാനം എങ്ങനെയാണെന്നറിയോ, നേരെ താഴേക്ക് പോവുകയാണ്. ഇതെങ്ങനെയല്ല, വിമാനം നേരെ ഉയർന്നു പോയ വിമാനം മൂക്ക് കുത്തി താഴത്തേക്ക് വന്നു. അപ്പോൾ ഇതൊരു വലിയ സുരക്ഷാ പ്രശ്നമായിട്ട് മാറി. അങ്ങനെയാണ് എയർബസ് ഏതാണ്ട് ലോകത്തെമ്പാടുമായി അതിൻ്റെ 13,000-ഓളം വിമാനങ്ങൾ താഴെ ഇറക്കി. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 6,000-ഓളം വിമാനങ്ങൾ, ഇന്ത്യയിൽ ഇൻഡിയോയും എയർ ഇന്ത്യയും ഒക്കെ ഉപയോഗിക്കുന്ന വിമാനങ്ങളെല്ലാം താഴെ ഇറക്കേണ്ടി വന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ലോകത്തെമ്പാടും ചർച്ചയാണ്. നമ്മൾ വിമാനയാത്രയ്ക്ക് എന്താണ് സംഭവിക്കുക? ഇത് വലിയ അട്ടിമറിയാണോ? ഇപ്പോൾ നമ്മൾ ബോയിങ്ങിൻ്റെ വിമാനമാണ് അഹമ്മദാബാദിൽ തകർന്നത്. ഇപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പല തിയറികൾ പറയുന്നു. പൈലറ്റ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ടായ മനോവിഷമം കൊണ്ട് വിമാനം തകർത്തതാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് സുപ്രീം കോടതിയിൽ ചെല്ലുന്നു, എൻ്റെ മകനെ എങ്ങനെ ബ്ലെയിം ചെയ്യരുത്, അത് കൃത്യമായൊരു അന്വേഷണം വേണം എന്ന് പറഞ്ഞ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഏജൻസിയുടെ പ്രാഥമികമായ റിപ്പോർട്ട് സുപ്രീം കോടതി പരിശോധിച്ചിട്ട് ഈ വൃദ്ധപിതാവിനോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ആരും കുറ്റം പറയില്ല, നിങ്ങളുടെ മകനാണ് ഈ വിമാനം തകർത്തത് എന്നതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വാർത്ത വന്നത്? അമേരിക്ക കമ്പനിയാണ് ബോയിങ് വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ച് പറക്കുന്നതിന് വിമാനം ഉയർന്ന് പൊങ്ങാനുള്ള ത്രസ്റ്റ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ഫ്യൂവൽ സ്വിച്ച് ഓഫായിരുന്നു. അതുകൊണ്ട് എൻജിനിലേക്ക് ഫ്യൂവൽ കിട്ടാതെയാണ് വിമാനം താഴേക്ക് പൊങ്ങാതെ പോയത്. അത് ആരോഫ് ചെയ്തു, എന്തിനു ഓഫ് ചെയ്തു എന്ന തർക്കം നിൽക്കുന്നു. അതിന് കൈതട്ടി സ്വമേധയാ അറിയാതെ ഓഫായതാണോ എന്നൊരു വാദവും വരുന്നുണ്ട്. ബോയിങ് വിമാനങ്ങളുടെ ഒരു സുരക്ഷാ പ്രശ്നം അങ്ങനെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ തങ്ങളുടെ വിമാനങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പ്രചാരത്തിൽ വരുന്നത് ആളുകളുടെ വിശ്വാസത്തിലെടുക്കാൻ, ഈ വിമാനങ്ങളെ വിശ്വസിക്കാനുള്ള ആളുകളുടെ ഒരു പ്രവണതയ്ക്ക് കുറവ് വരുമെന്ന് കരുതിയിട്ട് ബോയിങ് ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ പൈലറ്റിൻ്റെ മാനസിക വിഭ്രാന്തി എന്നൊരു വാദമുണ്ട്. ഏതായാലും അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സുപ്രീം കോടതി വരുമ്പോൾ നമുക്കൊരു പക്ഷേ സത്യം അറിയാൻ കഴിയും. അപ്പോൾ ഇതെന്താ പറ്റുന്നത് വെച്ചാൽ, ഇതിന് പറയുന്നത്, ഈ പറയുന്ന വിമാനത്തിൻ്റെ പേര് അത്യാവശ്യം കേട്ടിട്ടുണ്ടാകും. ജെറ്റ് ബ്ലൂ എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ വിമാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം പെട്ടെന്ന് മൂക്കുകുത്തി താഴത്തേക്ക് വീണ് ആളുകൾക്ക് പരിക്കുണ്ടാകുന്നത്. അതിന് പറയുന്നൊരു കാരണം സൂര്യവികിരണം മൂലമുണ്ടായ
സോഫ്റ്റ്വെയർ തകരാറെന്നാണ് പറയുന്നത്. അതായത് ഈ സൂര്യൻ്റെ വികിരണത്തിൽ നിന്ന് പ്ലാസ്മയും ഊർജ്ജ വിസ്ഫോടനവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വലിയ ഊർജ്ജമുള്ള പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും പുറത്തു വരും. അതുകൂടാതെ സൗരയൂഥത്തിന് പുറത്തു നിന്ന് ഈ പറയുന്ന ആറ്റമിക് ന്യൂക്ലിയസ് പ്രോട്ടോൺസ് ഒക്കെ പുറത്തേക്ക് വരും. ഇത് വന്നിട്ട് വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ തകരാറുണ്ടാക്കുന്നു. തകരാറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. വിമാനത്തിൻ്റെ കമ്പ്യൂട്ടറിലെ സെമി കണ്ടക്ടറുകളുണ്ട്. ഈ സെമി കണ്ടക്ടർ ഘടകങ്ങളിൽ ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ന്യൂക്ലിയസുകളുടെയൊക്കെ സ്വാധീനം സൂര്യരശ്മിയിലുള്ളതാണ്. സൂര്യനിലുണ്ടാകുന്ന സ്ഫോടനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് വന്നിട്ട് ഈ സോഫ്റ്റ്വെയറിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിമിഷാർദ്ധ നേരം, ഒരു കംപ്ലീറ്റ് നേരം, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇത് കുഴപ്പമുണ്ടാക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു ജാതി മതിഭ്രമം വരും. മതിഭ്രമം വന്നാൽ ഇതുവരെ ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായി കമ്പ്യൂട്ടർ ആ ഒറ്റ സെക്കൻഡ് വേണ്ട, നിമിഷാർദ്ധം, സെക്കൻഡിൻ്റെ ചെറിയ അംശം മതി, ആ നേരത്തേക്ക് ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ഈ സോഫ്റ്റ്വെയറിൽ മാറ്റം ഉണ്ടാക്കിയിട്ട് എലിവേറ്ററിനെ, അതായത് പൊങ്ങാനുള്ള ചിറകിലുള്ള ഈ എലിവേറ്ററുകൾക്ക് പെട്ടെന്ന് റോങ് സിഗ്നൽ കൊടുക്കും, താഴാൻ വേണ്ടി സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് മുകളിലേക്ക് നേരെ പൊക്കിട്ടിരുന്ന വിമാനം മൂക്കുകുത്തി പരിക്ക് പറ്റുന്ന എയർ പോക്കറ്റിൽ വീണാൽ നേരെ താഴത്തോട്ട് വീഴാണ്. ഇതങ്ങനെയല്ല, വിമാനം നേരെ പറന്നുകൊണ്ടിരുന്ന വിമാനം മൂക്ക് കുത്തി താഴത്തോട്ട് വീഴുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിമാനം ഇങ്ങനെ കുത്തനെ വീഴുമ്പോഴത്തേക്കുള്ള അതിനകത്തിരിക്കുന്ന യാത്രക്കാരുടെ അവസ്ഥ നടന്നു, തലകുത്തനെ വീഴുന്നു. അങ്ങനെയാണ് ആൾക്ക്, അത് ഗുരുതരമായ അപകടത്തിലേക്കാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലുണ്ട് ആ സമയത്ത് നമ്മുടെ തേജസ് വിമാനം പറത്തിയത് പൈലറ്റ് ഉണ്ടായ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി പൈലറ്റുമാർക്ക് ബോധം നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്താൽ ഈ വിമാനം അതിവേഗത്തിൽ ഗ്രാവിറ്റി കൊണ്ട്, ഭൂമിയുടെ ആകർഷണം കൊണ്ട് താഴേക്ക് വീണ് തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇത് ചിലർ പറയുന്നുണ്ട്, ഈ ഒരു കമ്പ്യൂട്ടറിന് ഇങ്ങനെ കുഴപ്പമുണ്ടായാൽ ബാക്കി കമ്പ്യൂട്ടറുകളൊക്കെ ഇല്ലേ? ശരിയാണ്, ബാക്കി കമ്പ്യൂട്ടറുകളൊക്കെ കണക്റ്റഡ് കമ്പ്യൂട്ടർ. ഇപ്പോൾ ഇലാക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചിറകിലെയും വാലിലെയും ഈ സംവിധാനം, ദിശയും വശങ്ങൾക്ക് ശരിയാനുള്ള ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഇലാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് കുഴപ്പം വന്നാൽ മറ്റ് കമ്പ്യൂട്ടറുകൾ ഇടപെടേണ്ടതല്ലേ, ഓട്ടോമാറ്റിക്കലി ശരിയാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അവർക്ക് ആ കമ്പ്യൂട്ടറുകൾക്ക് ഇടപെടാൻ കഴിയുന്ന മെമ്മറി ബിറ്റ് ഫ്ലിപ്പ് എന്ന് പറയും, അതിനേക്കാളും മറ്റ് കമ്പ്യൂട്ടറുകൾ ഇടപെടുന്നതിനേക്കാളും കുറഞ്ഞ സമയത്തിലാണ് ഈ കമാൻഡ് പോകുന്നത്. അത്ര വേഗത്തിൽ ഈ ന്യൂട്രോണുകൾ അന്തരീക്ഷത്തിൽ നിന്നും സൂര്യരശ്മികളിൽ നിന്നും സൗരയൂഥത്തിന് പുറത്തുനിന്നും വരുന്ന പ്രോട്ടോൺ ന്യൂക്ലിയസ് ഒക്കെ ഈ വന്നിട്ട് ഇതിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആറ്റമിക് ന്യൂക്ലിയസും പ്രോട്ടോണും ഇലക്ട്രോൺസും വന്നിട്ട് സോഫ്റ്റ്വെയറിനെ കറപ്റ്റാക്കുന്നു. കറപ്റ്റാക്കി കഴിഞ്ഞാൽ പിന്നീട് മറ്റ് കമ്പ്യൂട്ടറുകൾ, അപ്പോൾ ഈ കമ്പ്യൂട്ടർ വിമാനത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന് ഫെയിലിയർ വന്നാൽ ബാക്കി കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ നിയന്ത്രണം ഏറ്റെടുത്ത് പ്രവർത്തിക്കും. അല്ല, ഓരോ കമ്പ്യൂട്ടറും കേടായാൽ പിന്നെ വേറെ സംവിധാനമില്ലെങ്കിൽ ഇത്രയും ദൂരം മണിക്കൂറുകളൊന്നും വിമാനത്തിന് ആകാശത്തിൽ 10,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അതിനേക്കാളും വേഗത്തിലാണ് ഈ വികിരണങ്ങളുടെ ഇടപാടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് വിമാനം വീണെങ്കിലും എലാക്കെന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടർ വളരെ പെട്ടെന്ന് അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വന്നു. അപ്പോഴേക്ക് ആൾ നേരെയെങ്കിലും പരിക്ക് പറ്റേണ്ടവർക്ക് പരിക്ക് പറ്റി. പക്ഷേ എയർബസ് കമ്പനി ഇപ്പോൾ പറയുന്നത് അങ്ങനെ വിമാനങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ, ഒരു വളരെ ചെറിയ പാർട്ടിക്കിൾസ്, ഇലക്ട്രോണും പ്രോട്ടോണുകളും ആറ്റമിക് ന്യൂക്ലിയസുകളൊക്കെ ഇത് സോഫ്റ്റ്വെയറിനെ കറപ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ വെർഷൻ തന്നെ മാറിപ്പോകാം. ഇപ്പോൾ ഫ്രഞ്ച് കമ്പനിയായ താലസ് എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയാണ് ഈ ഇലാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. താലസ് ഉപയോഗിക്കുന്ന ഇലാക്ക് BL104 എന്ന വെർഷനിലുള്ള സോഫ്റ്റ്വെയറാണ് എയർബസ് വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കറപ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ വിമാനങ്ങളൊക്കെ ഗ്രൗണ്ട് ചെയ്യാനും സോഫ്റ്റ്വെയർ മാറ്റാനും പറഞ്ഞത്. സോഫ്റ്റ്വെയർ മാറ്റാനായിട്ട് 2 മണിക്കൂറൊക്കെ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ 13,000-ലേറെ വിമാനങ്ങൾ ലോകത്തെമ്പാടും എയർബസ് സോഫ്റ്റ്വെയർ മാറ്റി. അപ്പോൾ ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ കണക്ക് തെറ്റാട്ടോ, 6,000 അല്ല. അപ്പോൾ ഇന്ത്യയിൽ ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കുമായിട്ട് 600ഓളം വിമാനങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ എയർബസിനുണ്ട്. അതിൽ പറയുന്നത് എയർബസ് A320-200N, A319-100N, A321-200N, A321-200NX, A320-200, A319-200 തുടങ്ങിയ നമ്പറുകളിലുള്ള എയർബസ് വിമാനങ്ങളിലെല്ലാം ഈ സോഫ്റ്റ്വെയർ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് കണ്ടിട്ടാണ് വളരെ പെട്ടെന്ന് ഈ വിമാനങ്ങളാകെ കൂട്ടത്തോടെ താഴെ ഇറക്കി
ഈ സോഫ്റ്റ്വെയർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ വിമാനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വലിയ കൗതുകമുള്ള വാർത്തയാണെങ്കിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സോഫ്റ്റ്വെയറിലുണ്ടായിട്ടുള്ള ഒരു ഗ്ലിച്ച് വന്നതിനെക്കുറിച്ച് കാര്യമായ ഒരു ചർച്ച അല്ലെങ്കിൽ വാർത്ത പോലും ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ്വെയർ ഗ്ലിച്ച് വരുന്നത്? അപ്പം ഈ ആകാശത്തൂടെ പറക്കുന്ന വിമാനത്തിൽ സോഫ്റ്റ്വെയറിൽ സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസും ന്യൂട്രോൺസും ആറ്റമിക് ന്യൂക്ലിയസും ഒക്കെ കയറിയാൽ സോഫ്റ്റ്വെയറിൽ തകരാറുണ്ടാകും എന്നുള്ള ഒരു പുതിയ അറിവ് നമ്മൾ കേട്ടിട്ടില്ല. വിമാനങ്ങളൊക്കെ പറന്നു പോകുന്നു, സൂര്യരശ്മിയിൽ നിന്ന് ഇലക്ട്രോണും ന്യൂട്രോണും കയറിയിട്ട് സോഫ്റ്റ്വെയറിനെ തകർക്കുന്നു, അതിനെ കറപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പുതിയൊരു വിവരമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതായത് നമ്മൾ ആകാശത്തൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് പലപ്പോഴും അപകടം സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അല്ല, അപൂർവമായിട്ട് വിമാനാപകടം നിരന്തരം സംഭവിക്കുന്നൊന്നുമില്ല. ഒരു വർഷത്തിൽ 1 2 ഒക്കെ കേട്ടാലായി. അത് കാരണം അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമായ വിമാനാപകടമാണ്. ബാക്കിയൊക്കെ കരയിലോ കടലിലോ ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറേ പേരൊക്കെ സർവൈവ് ചെയ്യും. ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കത്തി ചാരമായി തിരിക എന്നല്ല വേറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് വിമാനങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ജെറ്റ് ബ്ലൂ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു നിജസ്ഥിതി നമ്മളൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതേക്കുറിച്ചുള്ളൊരു നറേഷൻ വരുന്നത്. അപ്പോൾ വിമാനങ്ങൾ പറക്കുമ്പോൾ നമ്മൾ വെളിച്ചം പോലും അല്ലെങ്കിൽ സൂര്യപ്രകാശം പോലും വിമാനങ്ങൾക്ക് ആപത്താവുന്നു എന്നത് പുതിയൊരു അറിവാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ കൂറ്റൻ ബോയിങ് വിമാനം പറക്കുമ്പോൾ ഒരു പരുന്ത്, ഒരു കാക്ക വന്നിടിച്ചാൽ വിമാനം തകർന്നു പോകും എന്ന് കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്ര വലിയ വിമാനത്തെ തകർക്കാൻ ഒരു കാക്ക ഇടിച്ചാൽ മതിയോ എന്ന് അത്ഭുതപ്പെടുമ്പോഴാണ് ഇത്ര വലിയ വിമാനത്തെ തവിടുപൊടിയാക്കാൻ, അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് കളയാൻ സൂര്യരശ്മിക്ക് കഴിയും എന്നുള്ള ഒരു പുതിയ അറിവാണ് ഈ ജെറ്റ് ബ്ലൂ ഇൻസിഡൻറ്റ് മൂലം വന്നിരിക്കുന്നത്. പക്ഷേ വളരെ ഫ്രഞ്ച് വിമാന കമ്പനിയായ എയർബസ് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുകയും അവരുടെ ഈ സോഫ്റ്റ്വെയർ ആകെ മാറ്റുകയും ഇലാ കമ്പ്യൂട്ടറിൻ്റെ പ്രവൃത്തി കുറ്റമറ്റതാക്കാനുള്ള വലിയ ശ്രമം 13,000-ലേറെ വിമാനങ്ങൾ അവർ മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും അത് ഈ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് വലിയ പ്രാധാന്യം വിമാന കമ്പനി കൊടുക്കുന്നുണ്ട് എന്നതിന് തെളിവാണ്. അപ്പോൾ ഇത് നമ്മൾ അറിയണം. ഇതിപ്പോൾ വളരെ പോപ്പുലറായിട്ട് എല്ലാ ആളുകളും നമ്മുടെ ചാനലിൽ കൂടുതൽ ആളുകളും രാഷ്ട്രീയമൊക്കെ കാണാൻ വേണ്ടി കാണുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതും കൂടെ നമ്മൾ പറയണമല്ലോ. അപ്പോൾ 6000 വിമാനങ്ങളല്ല, നമ്മളും വാർത്ത ചെയ്ത 6000 വിമാനങ്ങൾ നിലത്തിറക്കി. അത് അട്ടിമറി സാധ്യതയാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അട്ടിമറി സാധ്യത തന്നെയാണ്. അട്ടിമറിച്ചത് പക്ഷേ സൂര്യനാണ്. 6000 അല്ല, അതിൻ്റെ 2 ഇരട്ടിയിലേറെ വിമാനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ പെട്ടെന്ന് ഗ്രൗണ്ട് ചെയ്ത് സൂര്യൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തിയത്.